ഇക്കഴിഞ്ഞ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന ഇറാന്റെ ഖൈബർ ഷെഖാൻ എന്ന ഗോസ്റ്റ് മിസൈൽ, ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇറാന്റെ ചില മിസൈലുകളുടെ പേര് കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇസ്രായേലിൽ വൻ നാശനഷ്ടം വരുത്തിയ ഇറാന്റെ ഒരു രഹസ്യായുധമുണ്ട്, ഒരു പ്രേത മിസൈൽ, ഖൈബർ ഷെഖാൻ. ജൂൺ 22-ന് ബെൻഗൂരിയോൺ വിമാനത്താവളം, സൈനിക കമാൻഡ് സെന്ററുകൾ എന്നിവയുൾപ്പെടെ പ്രധാന ഇസ്രായേലി ലക്ഷ്യങ്ങളിലേക്ക് ഇറാൻ നിരവധി മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ തങ്ങളുടെ ഏറ്റവും നൂതനമായ തദ്ദേശീയമായ വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് ആയുധമായ ഖൈബർ ഷെഖാൻ മിസൈലാണ് വിക്ഷേപിച്ചത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് ശേഷമാണ് ഈ ആക്രമണം. ഖൈബർ ഷെഖാൻ മിസൈൽ ആക്രമണത്തിൽ ഉപയോഗിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിച്ചു. ഇത് ഇസ്രായേൽ ആക്രമണത്തിനെതിരായ വിശാലമായ തന്ത്രപരമായ പ്രതികരണത്തിന്റെ ഭാഗമാണെന്ന് അവർ പറഞ്ഞു. സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്ത ഉദ്ധരണിയിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇങ്ങനെ പ്രസ്താവിച്ചു: ഈ ഓപ്പറേഷനിൽ ഇതുവരെ ഞങ്ങൾ എല്ലാ സായുധശേഷികളും ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ നൂതനമായ സംവിധാനങ്ങൾ ഇപ്പോഴും കരുതൽ ശേഖരത്തിലുണ്ട് എന്നവർ സൂചിപ്പിച്ചു. ഖൈബർ ഷെഖാൻ അല്ലെങ്കിൽ ഖൈബർ ഷെഖാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എയ്റോസ്പേസ് ഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇറാനിയൻ ഖര ഇന്ധന ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് 3ാം തലമുറ IRGC മിസൈലുകളിൽ ഒന്നാണ്. 2022-ൽ ഇറാനിയൻ വിപ്ലവത്തിന്റെ 43ാം വാർഷികത്തിൽ ഇറാനിയൻ സൈനിക കമാൻഡർ പങ്കെടുത്ത ചടങ്ങിൽ ഇത് അനാച്ഛാദനം ചെയ്തു. ഖര ഇന്ധനം ഉപയോഗിച്ചാണ് ഈ മിസൈൽ പ്രവർത്തിപ്പിക്കുന്നത്. 1450 കിലോമീറ്റർ പരിധിയുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഖൈബർ ഷെഖാൻ എന്നാൽ അറബിയിൽ ഖൈബർ തകർക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇറാന്റെ ചരിത്രപരമായ പ്രതീകാത്മകതയാൽ സമ്പന്നമായ ഒരു പേരാണിത്. 7ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ നടന്ന ഖൈബർ യുദ്ധത്തെ ഇത് പരാമർശിക്കുന്നു. ഖൈബർ എന്ന വാക്കിന്റെ അർത്ഥം മദീനയ്ക്ക് സമീപമുള്ള ഖൈബറിലെ ഒരു കോട്ടയാണ്. ജൂതന്മാർ അധിവസിച്ചിരുന്ന ഈ കോട്ട AD 628-ൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ആക്രമിച്ച് കീഴടക്കി. ഷെഖൻ എന്നാൽ നശിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ തകർക്കുന്നവൻ എന്നാണ്. ഖൈബർ ഷെഖാൻ മിസൈലിന്റെ ചില പ്രധാന സവിശേഷതകൾ ഇതാണ്. ഇറാന്റെ ഖോറാം ഷെഖർ മിസൈൽ കുടുംബത്തിലെ 4ാം തലമുറയിൽപ്പെട്ടതാണ് ഖൈബർ ഷെഖാൻ മിസൈൽ. ഇതിന് 1450 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഖര ഇന്ധനത്തിലാണ് ഈ മിസൈൽ പ്രവർത്തിപ്പിക്കുന്നത്. ഉയർന്ന ചലനശേഷിയും വേഗത്തിലുള്ള വിക്ഷേപണ സമയവും ഇത് നൽകുന്നുണ്ട്. അന്തരീക്ഷത്തിന് പുറത്ത് ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 19,500 കിലോമീറ്ററും അന്തരീക്ഷത്തിനകത്ത് മണിക്കൂറിൽ ഏകദേശം 9,800 കിലോമീറ്ററുമാണ്. ഖൈബർ ഷെഖാൻ ഉപഗ്രഹ നാവിഗേഷനും പുതിയ മാർഗനിർദ്ദേശ സംവിധാനവും ഉപയോഗിക്കുന്നു. ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിലൂടെ വളഞ്ഞ് സഞ്ചരിക്കാൻ അനുവദിക്കുന്ന ഒരു മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ ഇതിലുണ്ട്. ഖൈബർ ഷെഖാൻ മിസൈലിന് 11.4 മീറ്റർ നീളവും 76 സെന്റിമീറ്റർ വ്യാസവും 6.3 ടൺ ഭാരവുമുണ്ട്. 550 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡും ഇതിൽ ഉൾപ്പെടുന്നു. 2017-ൽ ഖോറാം ഷെഖർ 1-ന്റെ അനാച്ഛാദനത്തോടെയാണ് ഈ മിസൈൽ പരമ്പര വികസിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ചത്. പിന്നീടുള്ള പതിപ്പുകളിൽ 2019-ൽ ഖോറാം ഷെഖർ 2, 2023-ൽ ഖോറാം ഷെഖർ 4 ഉൾപ്പെടുന്നു. 3ാം തലമുറയായ ഖോറാം ഷെഖർ 3 ഇറാൻ ഒരിക്കലും പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും സൈനിക ഉദ്യോഗസ്ഥർ അതിന്റെ അസ്തിത്വം അംഗീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത നൂതന കഴിവുകളെക്കുറിച്ചും ഇതിൽ ചില സൂചനകളുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ അത് കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം.